ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഡിഫയർ 90 ആൻഡ് 91 ആണ്. മോഡിഫയർ 90 ആൻഡ് 91 എന്ന് പറയുന്നത് പത്തോളജി ചാപ്റ്ററിൻ്റെ കൂടെ മാത്രം, അതായത് 8 സീരീസ് കോഡുകളുടെ കൂടെ മാത്രം യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡിഫയറുകളാണ്. അപ്പോൾ ഇത് 8 സീരീസിൻ്റെ കൂടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് പഠിച്ചു വയ്ക്കുമ്പോൾ ഒരു ബെനിഫിറ്റ് എന്താണ്? വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കോഡിൽ 90 ഓർ 91 ഇട്ട് കണ്ട് യു കൻ ഈസിലി എലിമിനേറ്റ്. അപ്പോൾ നമ്മൾ കുറേ മോഡിഫയർ അങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഇ&എമ്മിൻ്റെ കൂടെ മാത്രമേ വരുള്ളൂ, അല്ലെങ്കിൽ പത്തോളജിയുടെ കൂടെ മാത്രമേ വരുള്ളൂ എന്ന് പഠിച്ചു വെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ കോഡിൻ്റെ കൂടെ കണ്ടാൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. മോഡിഫയർ 90യുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നെ പറയുന്നത് റെഫറൻസ് ഔട്ട്സൈഡ് ലബോറട്ടറി എന്നാണ് അല്ലേ. ഔട്ട്സൈഡ് ലബോറട്ടറി എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്നു. ഇഫ് ഇറ്റ്സ് യൂറിൻ ഓർ ബ്ലഡ്, എന്തായാലും ഒരു സ്പെസിമെൻ കളക്ട് ചെയ്യുന്നു, അത് പുറത്ത് ലബോറട്ടറിയിൽ കൊടുത്ത് ചെയ്യിക്കുന്നു എന്നുള്ളതാണ് 90 എന്ന് പറയുന്ന മോഡിഫയർ. അതിനൊരു എക്സാമ്പിളായിട്ട് നോക്കിയാൽ ഒരു ബ്ലഡ് എടുക്കുന്നു, എന്തെങ്കിലും ഒരു കണ്ടീഷന് വേണ്ടിയിട്ട് ബ്ലഡ് എടുക്കുന്നു. ഈ ബ്ലഡ് എന്ന് പറഞ്ഞ സ്പെസിമെൻ ഔട്ട്സൈഡ് ലബോറട്ടറിയിൽ, ബാക്കി പ്രോസസ്സിന് വേണ്ടിയിട്ട് എവിടെയാണ്? ഇവിടെയല്ല, ഔട്ട്സൈഡ് ലബോറട്ടറിയിലാണ് കൊടുത്ത് ചെയ്തത് അല്ലേ. അപ്പോൾ അത് എടുത്ത സ്പെസിമെൻ ഔട്ട്സൈഡ് ലബോറട്ടറിയിലാണ് കൊടുത്ത് ബാക്കി പ്രോസസ്സ് ചെയ്തത് എന്ന് കാണിക്കാനാണ് മോഡിഫയർ 90 ഈ പറയുന്ന ലബോറട്ടറിയുടെ അല്ലെങ്കിൽ 8 സീരീസ് കോഡുകളിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് മോഡിഫയർ 91 ആണ്. സോ 91 നമ്മൾ സിംപ്ലി ഇങ്ങനെ പഠിച്ചു വെച്ചേക്കാം. എന്താണ്? സെയിം പേഷ്യൻറ്റ്, സെയിം ഡേ, സെയിം ടെസ്റ്റ് റിപ്പീറ്റഡ്. ഓക്കെ, ഒരു പേഷ്യൻറ്റിന്, അതായത് സെയിം പേഷ്യൻറ്റിന് സെയിം ഡേയിൽ സെയിം ടെസ്റ്റ് തന്നെ റിപ്പീറ്റ് ചെയ്താൽ ഈ ടെസ്റ്റ് റിപ്പീറ്റ് ആണ് എന്ന് കാണിക്കാനായിട്ട് നമ്മൾ പത്തോളജി കോഡുകൾ അല്ലെങ്കിൽ 8 സീരീസിലിട്ട് കൊടുക്കുന്ന മോഡിഫയർ ആണ് 91 എന്ന് പറയുന്നത്. പിന്നെ 91 എന്ന് പറയുന്ന മോഡിഫയർ പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കി വെക്കേണ്ട 2 റൂളുകൾ. ചില കണ്ടീഷനുകളിൽ 91 യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ ഈ 26 മോഡിഫയർ ഒക്കെ പഠിക്കുമ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് 26 മോഡിഫയർ ഉപയോഗിച്ചുകൂടാ എന്ന് പറയുന്ന കീവേഡ് ഉള്ളതുപോലെ 91 യൂസ് ചെയ്യുമ്പോഴും നമ്മളത് നോക്കണം. അതായത് ഈ ഒരു സ്പെസിമെൻ ലബോറട്ടറിക്കാരുടെ കയ്യിൽ നിന്ന് മിസ്സാവുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അവിടുത്തെ ലബോറട്ടറി സൈഡിൽ നിന്നും ഒരു പ്രശ്നം വന്നതുകൊണ്ട് മാത്രം സ്പെസിമെൻ മിസ്സായാൽ വീണ്ടും നമ്മൾ സ്പെസിമെൻ വീണ്ടും കൊടുക്കാൻ പോയാൽ അത് റിപ്പീറ്റഡ് ആയിട്ട് കൺസിഡർ ചെയ്ത് 91 കൊടുക്കാൻ പാടില്ല. അതായത് സ്പെസിമെൻ ലബോറട്ടറിക്കാരുടെ കയ്യിൽ നിന്നാണ് മിസ്സാവുന്നതെങ്കിൽ അവിടെ 91 കൊടുക്കരുത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കോഡുണ്ട്, അതായത് GTT ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ GTT എന്ന് പറയുന്ന കോഡിൻ്റെ കൂടെ, അതായത് നമ്മുടെ പത്തോളജി ചാപ്റ്ററിലെ 82951 അല്ലെങ്കിൽ 82952 എന്ന് പറയുന്നൊരു ആഡ് ഓൺ കോഡ്, ഇത് രണ്ടും GTTൻ്റെ കോഡാണ്. ഈ GTTൻ്റെ കോഡിൻ്റെ കൂടെ 91 എന്ന് പറയുന്നൊരു മോഡിഫയർ ഇട്ടാലും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ സ്പെസിമെൻ ലബോറട്ടറിക്കാരുടെ കയ്യിൽ നിന്ന് മിസ്സായി എന്ന് പറഞ്ഞാലോ GTT എന്ന് പറയുന്ന കോഡിൻ്റെ കൂടെയോ 91 ഉണ്ടെങ്കിൽ യു ക്യാൻ എലിമിനേറ്റ്, കൊടുത്തുകൂടാന്നാണ്. അല്ലാത്ത പക്ഷം നമ്മൾ എല്ലാ കാറ്റഗറിയിലും സെയിം പേഷ്യൻറ്റ്, സെയിം ഡേ, സെയിം ടെസ്റ്റ് റിപ്പീറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ 91 അവിടെ അപ്ലൈ ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ക്രിയാറ്റൈൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് 3 ടൈംസ് ചെയ്തു, സെയിം ഡേ ഫോർ ദ സെയിം പേഴ്സൺ ആണ്. അപ്പോൾ ക്രിയാറ്റൈൻ എന്ന് പറയുന്ന സെയിം ടെസ്റ്റ് സെയിം ഡേ സെയിം പേഴ്സൺ 3 വട്ടം ചെയ്തു എന്നല്ലേ. അപ്പോൾ ഓക്കെ, ഇത് നമുക്ക് എലിമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റോ അല്ല. അപ്പോൾ നമുക്ക് 91 കൊടുക്കണം അല്ലേ. 91 നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരിക്കലും സിംഗിൾ കോഡിലോ പ്രൈമറി കോഡിലോ 91 കൊടുക്കില്ല എന്ന് പഠിച്ചു വയ്ക്കുക. അതും നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാം. കാരണം ഒരു ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മിനിമം അവിടെ 2 പേരെങ്കിലും വേണ്ടേ. അപ്പോൾ ഈ 2 പേരെങ്കിലും ഇല്ലാതെ 91 കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഒരു സിംഗിൾ കോഡിലോ അല്ലെങ്കിൽ ഒരു പ്രൈമറി കോഡിലോ 91 ഇട്ടാൽ യു ക്യാൻ എലിമിനേറ്റ്. ബിക്കോസ് ഒരു റിപ്പീറ്റഡ് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു മൾട്ടിപ്പിൾ എന്ന് പറയുന്നു, അപ്പോഴൊക്കെ അവിടെ മിനിമം 2 പേരെങ്കിലും വേണം എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആൻസർ കൊടുക്കുമ്പോൾ നമുക്ക് ആഡ് ഓൺ കോഡുകളൊന്നും അവൈലബിൾ അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, നമ്മുടെ CPTയിൽ ചില കോഡുകളുടെ താഴെ ഇതിൻ്റെ സെക്കൻഡറി, അതായത് റിപ്പീറ്റഡ്ലി വന്നാൽ അല്ലെങ്കിൽ 2 സ്റ്റെൻറ്റുകളൊക്കെ ഉപയോഗിച്ചാൽ സെക്കൻഡറി കോഡിൻ്റെ കൂടെ 59 യൂസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാറ്റഗറി റൂൾസ് വരാറുണ്ട്. അതേ റൂൾ വെച്ചിട്ടാണിത്. ഇതേ കോഡ് തന്നെ ആഡ് ഓൺ കോഡ് പോലെ നമ്മൾ കൺസിഡർ ചെയ്ത് റിപ്പീറ്റ് ചെയ്യുകയും അതേ കോഡിൽ 91 ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് കോഡ് 82951 അല്ല, 82951 GTTയുടെ ആണ്. ക്രിയാറ്റൈൻ്റെ കോഡ് 82540 ആണ്. അപ്പോൾ ഈ 82540 എന്ന് പറയുന്ന കോഡ് ആദ്യത്തതിന് എഴുതുന്നു, വീണ്ടും 82540 തന്നെ ആഡ് ഓൺ കോഡ് പോലെ നമ്മൾ കാണിക്കുകയും 91 ഇട്ടിട്ട് *2 കൊടുക്കുന്നു. ഈ 91 ഇട്ടിട്ട് *2 കൊടുത്താൽ എന്താണ്? 8254091, 8254091 2 വട്ടം ഉണ്ട് എന്ന് കാണിക്കാനാണ് അവിടെ *2 കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ 82540, 8254091 *2. അപ്പോൾ *2 എന്ന് പറഞ്ഞപ്പോൾ അവിടെ വീണ്ടും 91 ഇട്ട 2 കോഡും കൂടെ ആയെന്നല്ലേ. അപ്പോൾ മൊത്തം എത്ര? 82540 ഒരാളായി, 8254091 ഇട്ടിട്ട് 2 പേരെ, അപ്പോൾ മൊത്തം 3 ആയില്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് 91 അപ്ലൈ ചെയ്യേണ്ടത്. ഹോപ്പ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.